everyone, and Dia. India വന്നിട്ടുള്ളത് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. ഒരു ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈദ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സിറോ ആണ്. സിറോ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് അത്ര ടീനേജേഴ്സിന് അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ എൻ്റെ ഫേസിൽ നല്ല ടാൻ ഉള്ളതുകൊണ്ട് ഞാൻ വിറ്റാമിൻ സി സിറോ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അത് ഏകദേശം കഴിയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ടീനേജേഴ്സ് യൂസ് ചെയ്യണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സൺസ്ക്രീനും ലിപ് ബാമും ഇട്ടാൽ മതി. വേണമെങ്കിൽ ടോണറും സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ സിറാണ് ഇടുന്നത്. പിന്നെ എനിക്ക് ഈ മോയ്സ്ചറൈസറും ഒക്കെ കൂടി നമുക്ക് കംഫോർട്ടാണല്ലോ ഏറ്റവും പ്രധാനം. എനിക്ക് മോയ്സ്ചറൈസറൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ കൂടി വരുമ്പോൾ ഒന്നാകെ ഓയിലി ആവും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് ലാക്ടോകാലമൈനാണ്. അപ്പോൾ അതിന് സൺസ്ക്രീൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്നോട് ആരൊക്കെ ചോദിച്ചിനി ഈ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ എങ്ങനെയാണ്? ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തത് ലോട്ടസ് ആയിരുന്നു. പക്ഷേ ലോട്ടസിനേക്കാൾ എനിക്കൊന്നും കൂടി ബെറ്റർ ആയി തോന്നുന്നത് ലാക്ടോകാലമൈനാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് ലോട്ടസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇതാണ്. പിന്നെ അതിൻ്റെ പ്രൈസും കുറവാണ്, സാധനം അടിപൊളിയാണ്. പിന്നെ ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. നമ്മൾ ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ മേബ്ലിൻ്റെ ഒരു കോമ്പാക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഫൗണ്ടേഷനും കൺസീലറൊക്കെ എത്ര മാച്ചുള്ള ഇട്ടാലും എൻ്റെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഇങ്ങനെ ഡാർക്ക് ആയ പോലെ തോന്നും. പിന്നെ നമ്മൾക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാനായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ കോമ്പാക്റ്റ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഈദ് മേക്കപ്പ് ലുക്ക് ഇത്ര ദിവസം ഡിലേ ആയിന്. കാരണം വെച്ചാൽ ഈദാവാൻ നേരത്താണ് ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ബ്ലഷാണ് ഇട്ട് കൊടുക്കാൻ പോണേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലഷാണ് മേക്കപ്പിൽ. ഞാൻ അത് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സുഡിയോൻ്റെ ചിക്കിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഞാൻ ചീക്കിലും ഇത്തിരി ചിന്നിലും പിന്നെ കണ്ണിൻ്റെ മേലൊക്കെ ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇടല്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ദിയ. ഞാൻ 9ാം ക്ലാസ്സിലാണ്. ഇനി 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ഡെയിലി വ്ളോഗ്സൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു ഐഷൈനാണ്. അത് മീൻസ് ഒരു ഐഷാഡോൻ്റെ സിംഗിളായിട്ട് വരുന്നതാണ്. അതും സുഡിയോൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാമറയിലായിട്ട് അത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നില്ല. ചെറിയൊരു ഹൈലൈറ്റ് പോലത്തെ ഒരു തിളക്കം ഉണ്ടാവും. ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് പാർട്ടി വെയർ ആണ്. പാർട്ടി വെയർ ആകുമ്പോൾ ഒരു ചെറിയ തിളക്കമൊക്കെ. ഈ മേക്കപ്പ് നമുക്കില്ലേ ഡെയിലി വേണമെങ്കിൽ ഇടാം. കാരണം ഫൗണ്ടേഷൻ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മോഡേൺ ഡ്രസ്സൊക്കെ പറ്റും. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പെരുന്നാൾക്ക് മാറ്റിയില്ലാതെ. അപ്പോൾ അതാ നമ്മളെ അടുത്ത ഐലൈനറാണ് എഴുതി കൊടുക്കുന്നത്. ഞാൻ പൊതുവെ അങ്ങനെ പാർട്ടി വെയർസ് ഇടാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടില്ല. ഇമ്മച്ചിൻ്റെ ചുരിദാറൊക്കെ എടുത്തിടും. ഇത് ഉമ്മൻ്റെ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സുഡിയോൻ്റെ ഒരു ഐലൈനർ വെച്ച് കണ്ണെഴുതി കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് മെബ്ലൈൻ തന്നെയാണ്. എനിക്ക് മസ്കാര സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് നല്ല വാട്ടർ പ്രൂഫ്, സംഗതി അടിപൊളിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി ഇട്ടാൽ നമ്മൾ ഐലാഷസിന് നല്ല കേട് വരും. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല കോട്ടിങ്ങിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാനും ഇത് ഒഴിവാക്കാനും നല്ല പണിയാണ്. നമ്മൾ ഐലാഷസൊക്കെ നല്ല കൊഴിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധനം അടിപൊളിയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാം. അപ്പോൾ അടിപൊളിയാണ്. അത് വെച്ചിട്ട് തന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മസ്കാര വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ടുള്ളതാണ് ലിപ്സ്റ്റിക്ക്. എൻ്റെ കയ്യിൽ ഈ 4 ലിപ്സ്റ്റിക്കാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ എൻ്റെ ചുണ്ടിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. മറ്റേത് സ്കൂൾക്കൊക്കെ നമ്മൾ ഡെയിലി ഇട്ട് പോകരുത്. എന്താ വെച്ചാൽ നല്ല പിഗ്മെൻറ്റേഷൻ വരും എന്ന് പറഞ്ഞാൽ നല്ല പിഗ്മെൻറ്റേഷൻ വരും. ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് നിർത്തിയതിന് ശേഷം എനിക്ക് എത്രയോ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ 025 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ സുഡിയോൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കുകയാണ്. ലിപ് ഗ്ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ലിപ്സ്റ്റിക്കും ഓപ്പോസിറ്റ് സൈഡിൽ ലിപ് ഗ്ലോസ് ആണ്. ഇത് ക്ലിയർ ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. ഞാൻ അതിക്ക് ഇങ്ങനെ ഒരു കളറ് ടിൻറ്റിന് വേണ്ടി വേറെ ലിപ്സ്റ്റിക്കിൽ നിന്ന് കുറച്ച് ഇട്ടാണ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്കിയതാണ്. സംഭവം അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇട്ടെടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് മായ്ച്ചു കളയാണ്. എനിക്ക് കുറേ ഒന്നും ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മായ്ച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാച്ചാൽ ഈ സുഡിയോൻ്റെയും ഡാസ്ലറിൻ്റെ ഒന്നും ലിപ്സ്റ്റിക്ക് അത്രയ്ക്ക് വലിയ നല്ലതൊന്നുമല്ല. നല്ല പിഗ്മെൻറ്റേഷൻ തരും കേട്ടോ. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയാണ്. വാങ്ങുമ്പോൾ നമ്മളെല്ലാം അറിയണമല്ലോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു
എന്താ നെറ്റി ചുറ്റിയോ എന്തോ പറയുമല്ലോ, ആ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം അതിട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒതുങ്ങി അടങ്ങി നിൽക്കണില്ല. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഒതുക്കുന്നുണ്ട്, പക്ഷെ അത്ര കണ്ട് അടങ്ങില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചുരിദാർ ഇട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.